നമ്മൾ രക്ഷപ്പെടാൻ സലാത്തിലിരുന്ന കാര്യം ആദ്യം നമ്മൾ രക്ഷപ്പെട്ടു ഉറപ്പിങ് കിട്ടേണ്ട ആ വിഷയം. രക്ഷപ്പെട്ടുവെന്ന് അള്ളാഹു പ്രഖ്യാപിച്ച നമുക്ക് ബോധ്യമുള്ള ആ മഹാനായ റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇത്രയധികം തൽപരരാണ് നാമെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നാം എത്രമാത്രം താല്പര്യം കാണിക്കണം. നബിക്ക് വേണ്ടി ഇത്ര സലാത്തില്ല താല്പര്യമാണെങ്കിൽ നമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര താല്പര്യം കാണിക്കണം നമ്മള്. മൂപ്പര് പിന്നെയും പറയാണ്, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. നമ്മളധികവും രോഗമോ ദുഃഖമോ വിഷമമോ വേദനയോ വരുമ്പോഴാണ് മറ്റുള്ളവരോട് പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. റസൂലോ റസൂലിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത്. സലാത്ത് ചൊല്ലുമ്പോൾ, സലാത്ത് വാർഷികം ആഘോഷിക്കുമ്പോൾ, പാട്ടും കുത്തും കേൾക്കുമ്പോൾ ഈ വസ്തുതകൾ മനസ്സിരുത്താൻ ശ്രമിക്കുക. ഇതിൽ ഇപ്പൊ എന്താ ഒരാൾക്ക് മനസ്സിലാവുക? നമ്മൾ നബിക്ക് പ്രാർത്ഥിക്കുന്ന പാഴ്വേലിയാണ്. അതിന് ഫലം കിട്ടണമെങ്കിൽ ആദ്യം എന്താണ്? നമ്മൾ രക്ഷപ്പെടണം. നമ്മൾ രക്ഷപ്പെടാത്ത കാലത്തോളം കൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നബിക്ക് വേണ്ടി സലാത്ത് കൂടുതൽ ചൊല്ലുന്നതിനേക്കാൾ നമ്മൾ രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ട് സലാത്ത് ഇല്ലീറ്റേ കാര്യമുള്ളൂ എന്നല്ലേ ഇത് വായിച്ച ഒരാൾക്ക് കിട്ടുക. ഇതാണ് മൗലവിമാര് സലാത്ത് മുടക്കാൻ വേണ്ടി, നബിയെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി അൽമനാറിൽ എഴുതിയ ലേഖനത്തിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം ഒരൊറ്റ വരി ഒഴിവാക്കാതെ തുടങ്ങിയത് മുതൽ അവസാനം വരെ തികഞ്ഞോ എന്ന ഹെഡിങ്ങിൽ വന്ന ഭാഗമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. എരി നിങ്ങൾക്ക് കേൾക്കണോ? നബിക്ക് അങ്ങോട്ട് ശുപാർശയാണ് എന്നാ പറഞ്ഞ അൽമനാറിൽ. നമ്മളെ നബിക്ക് അങ്ങോട്ട് ശുപാർശയാണ് സലാത്ത്. എന്നാ മൗലവിനെ കൊണ്ട് ഏത്തയിടിച്ചു തിരിച്ച് നമ്മൾ സലാത്ത് ചൊല്ലിയാ നബിയുടെ ശഫാഅത്ത് കിട്ടും എന്ന് മൗലവിനെ കൊണ്ട് നാളെ ഏത്തയിടിച്ചു. അത് ഞാൻ എന്റെ പ്രസംഗത്തിൽ പൊളിച്ചെഴുത്ത് എന്ന എന്റെ സീഡ് നോക്കിയാൽ കാണാം. ഞാനത് അതിൽ കേൾപ്പിച്ചു. അയാളെ കൊണ്ട് നിങ്ങൾക്ക് ശഫാഅത്ത് യമൻ ബഗിബതും ഫീ ശഫാഅത്തി അഹ്മദി സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സ്വലാത്ത് ചൊല്ലുന്നതിന്റെ പോരിശയെ സംബന്ധിച്ചിടത്തോളം യമൻ റഗിബതും ഫീ ശഫാഅത്തി അഹ്മദി സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മൗലവി പാടിയതാണ് അതെത്തുന്നത്. എന്താ പാടിയത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ശഫാഅത്ത് നിങ്ങൾക്ക് കിട്ടണോ, നിങ്ങൾ സലാത്തും സലാമും ചൊല്ലിക്കോ എന്ന് മൗലവി കൊണ്ട് പറയിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊളിച്ചെഴുത്ത് നടത്തിയാണ് നിങ്ങളെ കൊണ്ട് നാദാവിന് ഏത്ത ഇടിച്ചതാണ് എന്ന് പറഞ്ഞു. അവന് കേട്ടോട്ടെ ആ പൊളിച്ചെഴുത്തിന്റെ ക്ലിപ്പൊന്ന് വെച്ചു കൊടുത്തവനെ ഞാൻ അവിടുന്ന് പറഞ്ഞത്. റസൂലിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത്. സലാത്ത് ചൊല്ലുമ്പോൾ, സലാത്ത് വാർഷികം ആഘോഷിക്കുമ്പോൾ, പാട്ടും കുത്തും കേൾക്കുമ്പോൾ ഈ വസ്തുതകൾ മനസ്സിരുത്താൻ ശ്രമിക്കുക. നിങ്ങൾ സലാത്ത് ചെല്ലുമ്പോ ഒക്കെ മനസ്സിരുത്തേണ്ടത് എന്താണ്? മുഹമ്മദ് നബിന്റെ രക്ഷക്കാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഇതാണ് മുജാഹിദിന്റെ അൽമനാറ് 1999 മാർച്ചിൽ എഴുതി വെച്ചത്. ഈ റസൂലുള്ളാഹിന്റെ ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നും അതാണ് സലാത്ത് എന്നും പറയുന്ന മുജാഹിദേ, നിങ്ങൾ ഇവിടെ വന്നിട്ട് മൗലവിനെ കൊണ്ട് ഞങ്ങൾ ഏത്തയിടിച്ചു. നാദാപുരത്ത് വന്ന മൗലവി പറയുന്നു നബിയുടെ ശഫാഅത്തിന് വേണ്ടിയാണ് സലാത്ത്. അതെ, അതാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. നിങ്ങളെ പൊളിച്ചെഴുത്താ ഞാൻ കാണിക്കുന്നത്. ഇവിടെ നാദാപുരത്ത് പ്രസംഗിച്ചിട്ട് നമ്മളെ മൗലവിമാര് ഇസ്ലാഹി പത്രത്തിൽ എന്നെ പരിഹസിക്കാണ്. ഇയാള് പറയുന്നത് 25 കൊല്ലമായി ഞാൻ മുജാഹിദിനെതിരെ പ്രസംഗിക്കുന്നു, എന്നിട്ട് മുജാഹിദിന് എന്താ സംഭവിച്ചതാ ഞാൻ കാണിക്കാൻ പോകുന്നത്. നബിയുടെ പരലോക രക്ഷക്കാണ് സലാത്ത് എന്ന് എഴുതിയ നിങ്ങളെ കൊണ്ട് നാദാപുരത്ത് വെച്ച് പറയിപ്പിച്ചു ശഫാഅത്തിന് വേണ്ടിയാണ്. കേൾക്കട്ടെ. ആ ശഫാഅത്ത് നിനക്ക് കിട്ടണോ, നീ എന്ത് ചെയ്തോ? സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. റസൂലുള്ളാഹിക്ക് വേണ്ടി സലാത്ത് ചൊല്ലിക്കോ, നീ സലാമിനെ ചൊല്ലിക്കോ. കണ്ടോ? ശഫാഅത്ത് കിട്ടണമെങ്കിൽ സലാത്ത് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മൗലായ മുഴുവനും ചൊല്ലിക്കും നിങ്ങളെ കൊണ്ട്. ഇത് നാദാപുരത്തുനിന്ന് അദ്ദേഹത്തിന്റെ ക്ലിപ്പ് വെച്ച് കേൾപ്പിച്ചതാണ്. അപ്പൊ മൗലവി എന്താ പറഞ്ഞത്? അൽമനാറിൽ പറഞ്ഞ് നബിക്ക് നമ്മൾ അങ്ങോട്ട് ശുപാർശയാണ് സലാത്ത്.
ഇപ്പൊ എന്താ പറഞ്ഞത്? നമുക്ക് ശഫായത്ത് കിട്ടണോ സ്വലാത്തും സലാമും ചൊല്ലിക്കോ. ഞങ്ങൾക്കൊരു രസം കേൾക്കണം. ഇടമുട്ടൻ സംവാദം നടത്തി. ആ സംവാദത്തിൽ കാര്യമായ ചോദ്യോത്തരം എന്തായിരുന്നു? നമ്മളെ കായക്കൊടിക്കാരൻ സാധു ഉണ്ടല്ലോ, കുടുങ്ങിയപ്പോ ഒന്നൂർന്ന് പറഞ്ഞ മൗലവി, ഒന്നൂർന്ന മൗലവി അയാള് എന്തുണ്ടായിന്നറിയോ? അയാള് ചോദിച്ചു എന്ത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നതില് ഇസ്തിഗാസ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ വായിച്ചു കേൾപ്പിച്ചു കൊടുത്തു. സലാമ് സലാത്ത് രണ്ടും തഹിയ്യത്താണ്, കാഴ്ചവെക്കലാണ്. മൗലവിമാര് വിചാരിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശുപാർശ നടത്തുന്ന നമ്മുടെ പ്രാർത്ഥനയല്ല, മറിച്ച് സലാമും സലാത്തും കാഴ്ചവെക്കലാണ്. ഖുർആനിൽ തന്നെ സലാമിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് ഇദാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ റുദ്ദൂഹാദ, കാഴ്ചവെക്കല. അതുകൊണ്ടാ ഇവർ വിചാരിച്ച പോലെ കേവലം പ്രാർത്ഥനയാ സലാം. അങ്ങനെയാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് ആമീൻ എന്നല്ലേ പറയുന്നത്? അസ്സലാമു അലൈക്കും എന്നുള്ള ഒരു കേവലം പ്രാർത്ഥനയാണെങ്കിൽ അസ്സലാമു അലൈക്കും ആമീൻ എന്നല്ലേ അപ്പൊ പ്രാർത്ഥിക്കും, ആമീൻ അല്ലേ പറയുന്നത്? പക്ഷെ ഈ മൗലവിമാർക്കുണ്ടോ വിവരം? എന്നാൽ അതൊരു കാഴ്ചവെക്കലാണ്. കാഴ്ചവെക്കുമ്പോ മാന്യന്മാർക്ക് കാഴ്ചവെക്കുമ്പോ തിരിച്ചും കാഴ്ചവെക്കും. അതുകൊണ്ടാ ഇദാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ എന്ന് പറഞ്ഞു. ഈ കാഴ്ചവെക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കാഴ്ചവെക്കുന്നത് എന്തിനാ? കാഴ്ചവെക്കല് ബഹുമാനിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിനാ കാഴ്ചവെക്കുക എന്ന് പറയും. നബിയെ ആദരിക്കുന്ന കാഴ്ചവെക്കലാണ് സ്വലാത്തും സലാമും. അത് ചെയ്യുന്നത് എന്തിനാണ്? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാവരും പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇങ്ങോട്ട് ശഫാഅത്ത്, അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് നമുക്ക് സമാധാനത്തിന് വേണ്ടി അവിടുന്ന് ഇങ്ങോട്ട് പറയുക. അത് വാസ്തവത്തിൽ നമുക്ക് കിട്ടുന്നൊരു ശുപാർശയാണ്. വലിയവര് ചെറിയവർക്ക് ചെയ്യുന്നതിനാ ശുപാർശ എന്ന് പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ഒരു ശുപാർശയാണ്. ആ ശുപാർശ നമുക്ക് കിട്ടുക എന്ന ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാമും സലാത്തും ചൊല്ലുന്നത് എന്നത് ഞാൻ അവിടുന്ന് വിശദീകരിച്ചു. അപ്പൊ ശഫാഅത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് കിട്ടാൻ വേണ്ടിയാണ് സലാത്തും സലാമും ചൊല്ലുന്നത് എന്ന് ഞാൻ അവിടുന്ന് പറഞ്ഞപ്പോ അത് മൗലവി അംഗീകരിച്ചാൽ അവരുടെ അടിസ്ഥാനം പൊളിയുമെന്ന് മനസ്സിലാക്കി. സത്യം മനസ്സിലായിട്ടും തെളിയുന്നില്ല എന്ന് പറയും. ഞാൻ അന്ന് പറഞ്ഞത് കേൾപ്പിച്ചു കൊടുത്തവനെ സലാത്തും സലാമും ചെയ്യാൻ കൽപ്പിച്ചു. അത് കാഴ്ചവെക്കലാണ്. അങ്ങോട്ട് കാഴ്ചവെച്ചാൽ ഇങ്ങോട്ടും കാഴ്ചവെക്കണം എന്നല്ല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബിക്ക് കാഴ്ചവെക്കുന്നത് ഇങ്ങോട്ട് കാഴ്ചവെക്കാനാണ്. അപ്പൊ നബിയിൽ നമുക്ക് ശഫായത്താണത്. ആ ശഫായത്തിന് വേണ്ടിയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബി പറയുന്നത്. അപ്പൊ അസ്സലാമു അലൈക അയ്യുഹൻ നബി പറയുന്നതും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് പറയുന്നതും നബിയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനാണ്. അതിനെ സഹായം തേടൽ, നബിയിൽ നിന്ന് ശഫായത്ത് കിട്ടലാണ് സഹായം തേടൽ. അതാണ് ഞാൻ വായിച്ചത്. അങ്ങനെ ഞാൻ വായിച്ച കിതാബില് ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് അതെ, ഇതന്ന് പറഞ്ഞപ്പോ മൗലവിമാരത് അംഗീകരിച്ച കുടിയിലെ പിന്നെ ഇറങ്ങിപ്പോകുമ്പോ ഒറ്റ അനുയായും കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തെളിയുന്നില്ല നബി അബൂജഹലിന് തെളിയുന്നില്ല എന്ന് പറഞ്ഞ മാതിരി തെളിയുന്നില്ല എന്ന് പറയും. എന്നാ ഇപ്പഴെന്തായി? നാദാപുരത്ത് ഖണ്ഡനം നടന്നപ്പോ മൗലവിനെ കൊണ്ട് സമ്മതിപ്പിച്ച അങ്ങള് കേട്ടതെന്ത്? യാമൻ റഗിബ്തും ഫീ സബാഅത്തി അഹ്മദി സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുഹമ്മദ് നബിയുടെ ശഫാഅത്ത് നിങ്ങൾക്ക് കിട്ടണോ? നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലിക്കൂ. സ്വലാത്തും സലാമും ചൊല്ലുന്ന എന്തിനാണ്? ഇടമുട്ടത്തുനിന്ന് ഞാൻ പറഞ്ഞത് അതാ നാദാപുരത്ത് വന്ന് ഹുസൈൻ സലഫിനെ കൊണ്ട് ഏത്തയിടിച്ചു. ഹുസൈൻ സലഫി അവിടുന്ന് നാദാപുരത്തിന് സമ്മതിച്ചു. ശഫാഅത്തിന് വേണ്ടിയാണ് സ്വലാത്ത്. ഇതാണ് നാദാപുരം ഖണ്ഡനത്തിന്റെ ഫലം. ഇതാണ് വാദപ്രതിവാദത്തിന്റെ ഫലം. അത് നമ്മളെ കായ്ക്കുടിക്കാരൻ പറയുന്നുണ്ട്. എന്ത് ഇങ്ങനെ വാദപ്രതിവാദം നടത്തിനൊക്കെ ഫലം കിട്ടുന്നുണ്ട് എന്നയാൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോളി. നടന്നല്ലോ, നടന്നതിന്റെ ഫലവും പല പ്രദേശങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ജനങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അതെ, നടന്നതിന്റെ ഫലവും പല പ്രദേശത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. വളരെ ശരിയാണ്. നാദാപുരത്ത് ഫലം കണ്ടിട്ടുണ്ട്. അത് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി മൂപ്പരൊന്നും കൂടി പറയും. മൂപ്പര് പറയുന്നേ
ഞാൻ നാദാവൃത്ത് പറഞ്ഞാൽ മൂപ്പര് പുതിയ പ്രസംഗത്തിൽ പറയാ, ഞാൻ നാദാവൃത്ത് പറഞ്ഞാളിഞ്ഞു എന്ത് മൗലവി ശഫായത്ത് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാളിഞ്ഞു. സമ്മതിച്ച എല്ലാവരും കണ്ടല്ലേ? അതൊന്ന് വെച്ചോട്ടെ. അദ്ദേഹം പറയുന്നൊരു കാര്യം, അതാ മുജാഹിദുകൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വലാത്ത് ചൊല്ലിയാൽ അതാ ശഫാഅത്ത് നമുക്ക് ലഭിക്കും എന്ന് സമ്മതിച്ചിരിക്കുന്നു. ശഫാഅത്തിനെ നിഷേധിച്ചവരിതാ ഇപ്പൊ ശഫാഅത്ത് അംഗീകരിക്കുന്നു. അതെ, ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്നാ മൂപ്പര് പറയുന്നു. ശരിയാണ്. ഇവരെന്തായാലും അൽമലാറിൽ എഴുതിയത് നബിക്ക് അങ്ങോട്ടുള്ള ശഫാഅത്താണ്. ഇങ്ങനെയുള്ള റസൂലിന് രക്ഷയും സമാധാനവും കിട്ടാൻ ശുപാർശ ചെയ്യുന്ന നമ്മുടെ സ്ഥിതി എന്ത് വെച്ച് നബിക്ക് അങ്ങോട്ടുള്ള ശുപാർശയാണ് സലാത്ത് എന്ന് പറഞ്ഞവരെ കൊണ്ട് നമ്മൾ സലാത്ത് ചെല്ലുന്ന ശഫാഅത്ത് ഇങ്ങോട്ട് കിട്ടാനാണ് സമ്മതിപ്പിച്ചു. ഇനി